ഹൽക്കായതു സാലിസത്തു അൻഹു അയ്ദൻ റളിയല്ലാഹു അൻഹു. ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് മൂന്നാമത്തൊരു ഉദ്ധരണിയും. ഖാല മഹാനവറുകൾ പറയുന്നു, ബൈനമ അന അസീറു ഫീ ബഅദി ജിബാലി ബൈത്തുൽ മുഖദ്ദസ്, പരിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ ആദ്യത്തെ കഅബയായ ഇന്ന് ജൂതന്മാർ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ്, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്ത് കുറെ പർവ്വതങ്ങളുണ്ടായിരുന്നു. അതിൽ ചില പർവ്വതങ്ങളിലൂടെ ഞാനിങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ ഇത് സമയത്ത് സൗത്തൻ, ഒരു ശബ്ദം എനിക്ക് കേൾക്കാനിടയായി. ഉഹുവ, എന്താണ് ആ ശബ്ദം എന്ന് പറഞ്ഞു? ഉഹുവ ശബ്ദം യഖൂലു, ആ ശബ്ദം ഇങ്ങനെ പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? ദഹബത്തിൽ ആലാമു അൻ അബ്ദാനിൽ ഖുദ്ദാമി, അല്ലാഹു തആലാക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അവരുടെ ശരീരത്തെ തൊട്ട് വേദനകൾ എന്ന് പറഞ്ഞ ഒന്നുമില്ല, അത് പോയി. വലഹത്ത് ബിത്വആത്തി ശറാബി വതആമി, അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യൽ കൊണ്ട് കുടിക്കുക, ഭക്ഷിക്കുക എന്നീ ആശകളെ തൊട്ട് ശ്രദ്ധ പോയി, അത് ചിന്തയൊന്നുമില്ല. അലിപത്ത് അബ്ദാനുഹും, അവരുടെ ശരീരങ്ങൾ ഇണങ്ങിച്ചേർന്നിരിക്കുന്നു. തൂറൽ ഖിയാമി ബൈന യദിൽ മലിക്കുൽ അല്ലാം, മലിക്കുൽ അല്ലാമായ റബ്ബിന്റെ മുന്നിൽ ദീർഘകാലം നിൽക്കണം. ആ നിക്കലിനോട് അവരുടെ ശരീരങ്ങൾ ഇണങ്ങിച്ചേർന്നു പോയിട്ടുണ്ട്. ഇതാണ് ഞാൻ കേൾക്കുന്ന ശബ്ദം, ആളെ കാണുന്നില്ല. അങ്ങനെ ഖാല റളിയല്ലാഹു അൻഹു, മഹാൻ പറയുന്നു, കഥ ഉദ്ധരിക്കുന്നു, ഫതബിഅതു സൗത, ശബ്ദം കേട്ടപ്പോ അതേ ഭാഗത്തേക്ക് ഞാൻ തുറന്നുപോയി. അങ്ങനെ തുടർന്നു ചെന്ന് നോക്കുമ്പോൾ ഫഇദൻ ബിശാബിൻ അംറദ, നല്ല അഴകുള്ള ചെറുപ്പക്കാരനൊരു യുവാവ. ആ യുവാവിന്റെ അടുത്തെത്തി ഞാൻ എത്തി. ഖദ് അലാ വജ്ഹുഹു, അദ്ദേഹത്തിന്റെ മുഖത്തിന് മേലെയായിരിക്കുന്നു ഇസ്ഫിറാർ, മഞ്ഞ, ആകെ മഞ്ഞ പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മുഖം. യമീലു, അദ്ദേഹം ചാഞ്ഞു നിൽക്കുന്നുണ്ട്, മിസ്ൽ ഹുസ്നി, ഒരു കൊമ്പ് പോലത്തതിനോട്. അങ്ങനെയിരിക്കെ ഇതാ മൈലത്തുഹിർ റീഹു, അല്ലെങ്കിൽ ഇതൻ മൈലത്തുഹിർ റീഹു അലൈഹി, അദ്ദേഹത്തിന്റെ മേലിൽ ഒരു കാറ്റങ്ങ് അടിച്ചു വീശി. ഷംലത്തൻ, ആ കാറ്റടിച്ചിട്ട് എന്തുണ്ട് കൊണ്ട് കിട്ടു? ശരീരം ആകമാനം മറക്കാൻ പറ്റുന്നൊരു വസ്ത്രം കൊണ്ടിട്ട് കൊടുത്തു. കതുത്തതറ ബിഹ, ആ വസ്ത്രം കൊണ്ട് മഹാനുണ്ടായി അവറത്തൊക്കെ മറച്ചു നിന്നു. അപ്പൊ ഉഹ്റ, മറ്റൊരു കൊമ്പ്, കതിത്തസഹബിഹ, ആ ഒരു കാറ്റടിച്ചപ്പോൾ എന്താണെന്നറിയുമോ, അതേ ശംലത്ത് കൊണ്ട് മൂപ്പരെന്താ ഇത്തിസഹായി, അവിടെ മേത്തട്ട വിട്ടു എന്നായിരിക്കും ഞാൻ മനസ്സിലാക്കണേ, കണ്ടിട്ടില്ല. ഫലം റആനി, ഇങ്ങനെ ഇരിക്കുന്നൊരു മനുഷ്യനെ ചെന്ന് കണ്ടപ്പോ അയാൾ എന്നെ കണ്ടു. ഇയാൾ എന്നെ കണ്ടപ്പോ തവാറ അന്നി ബി ഷജർ, ആ മരത്തോട്ട് എന്നെയും വിട്ട് മകൻ മാറിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോ വഖുൽതു ലഹു, അപ്പോ ഞാൻ ആ ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യുൽ ഉലാം, അല്ല കുട്ടി, ലൈസൽ ജഫാഉ മിൻ അഖ്ലാഖിൽ മുഅ്മിനീന, സത്യവിശ്വാസിയുടെ സ്വഭാവങ്ങളിൽ പെട്ടതല്ലല്ലോ പിണക്കം, മിണ്ടാതെക്കല് എന്ന. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ കല്ലിംനി, യുവാവേ, നീ എന്നോട് സംസാരിക്കണം, ഔസിനി, നിങ്ങൾ എന്നോട് വസിയത്ത് ചെയ്യും വേണം, അതാണിപ്പോ എനിക്ക് ആവശ്യമെന്ന് ദിന്നൂനി മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ എന്തിനു പറയുന്നു? ഖറ സാജിദല്ലാഹ്, അപ്പോൾ അദ്ദേഹം അല്ലാഹു തആലാക്ക് സുജൂദിലായിട്ട് വീണു. വജഅല യഖൂലു, അങ്ങനെ വീണ് കിടന്നുകൊണ്ട് ആ സുജൂദിൽ അദ്ദേഹം പറയുന്നു, ഹാദാ മഖാമു മൻ ലാദ ബിക വസ്തജാറ ബിമഅരിഫതിക വഅലിഫ മഹബ്ബതക ഫയാ ഇലാഹൽ ഖുലൂബ് വമാ തഹ്വീഹി മിൻ ജലാലി അളമതിക ഇഹ്ജിബ്നി അനിൽ ഖാതിഈന ലി അൻക. ഇതാണ് മഹാൻ പറഞ്ഞു. എന്താണ് ഇതിന്റെ അർത്ഥം? പടച്ചവനെ, വജഅല, അല്ലാഹു സുജൂദ് കൊണ്ട് പറയുന്നു, വജഅല യഖൂൽ, അങ്ങനെ മഹാൻ പറയുകയാണ്, ഹാദാ മഖാം, ഈ മഖാമുമൻ, ഹാദാ മഖാമുമൻ, ഈ സ്ഥാനം ഒരാളെ സ്ഥാനമാണ്, ലാദവിക, പടച്ചവനെ നിന്നോട് അഭയം തേടുന്നു, അദ്ദേഹത്തിന്റെ സ്ഥാനമാണ് ഇത്. വസ്തജാറ ബിമഅരിഫതിക, നിന്റെ മഅരിഫത്ത് കൊണ്ട് ഇതാ അഭയം തേടിക്കൊണ്ടിരിക്കുന്നു. വഅലിഫ മഹബ്ബതക, നിന്നുള്ള സ്നേഹത്തിനോട് ഇതാ ഇണങ്ങിത്തീർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുത്തന്റെ മക്കാമാണ് ഈ മക്കാം. അയാ ഇലാഹൽ ഖുലൂബ്,
മനസ്സിലാക്കുവാൻ ബുദ്ധി നൽകിയ ബുദ്ധി ഉടമയായ തമ്പുരാനെ. ആത്മ ഒന്ന് തന്നെയും എങ്ങന്ത ഒന്ന് തഹ്വീഹി ആ കൽബുകൾ ഒന്നിനെ ചുറ്റി വലയം ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നിന്റെ ഉടമയായ തമ്പുരാൻ. ആ ഒന്നെന്തിനാലാണ് മിൻജലാലി അലമത്തിക്ക പടച്ചവനെ നിന്റെ അലമത്താകുന്ന ജലാലാണ് ആ ഹൃദയത്തിലാകെ വലയം ചെയ്തിട്ടുള്ളത്. അങ്ങനത്തിന്റെയും ഉടമയായ തമ്പുരാനെ ഈ ജിബിനി നീ എന്നെ മറക്കണേ ഖാതിഈനലി അൻക നിന്നിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് എന്നെ മുറിച്ചു കളയും, അത് ജോലിയാക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ട് നീ എന്നെ മറക്കണേ അല്ലാ. ആരുമായി എനിക്ക് സംസാരിക്കേണ്ടതില്ല. അവരുമായി സംസാരിച്ചു പോയാൽ നിന്നിലേക്കുള്ള എന്റെ ചിന്ത പോകും. ആ ചിന്ത പോകാൻ പാടില്ല തമ്പുരാനെ. നോക്കൂ, പിന്നീട് അദ്ദേഹം എന്നെ തൊട്ട് മറഞ്ഞുപോയി, കണ്ടില്ല. ഫലം റളിയല്ലാഹു അൻഹു ഞാൻ അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. ഇത്രയുള്ള മഹാൻ ഒരു കഥ കണ്ട കഥ അത്രയുള്ള വാക്കൊന്നും പിടുത്തം കിട്ടിയില്ല. എന്നിട്ട് പറയുന്നു ഖാലായി റളിയല്ലാഹു അൻഹു ദിന്നൂരിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്ത് ബൈനമ അന അസീറു ബൈന ജിബാലി ശാം ബൈത്തുൽ മുഖദ്ദസിന്റെ പർവ്വതങ്ങൾക്കിടയിലൂടെ നടന്നപ്പോ കേട്ട ശബ്ദത്തിന് തുടർന്നപ്പോ കിട്ടിയവരും നിങ്ങൾ അറിഞ്ഞല്ലോ, ഇതെനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി ഇതാ ഷാം പർവ്വതത്തിന്റെ ഇടയിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്. ഇതൻ അനബി ഷെയ്ഖിൻ അങ്ങനെ നോക്കുമ്പോ ഞാൻ ഷെയ്ഖിന്റെ അടുത്താണ്. അലാഖൽ ഭൂമിയിലുള്ളൊരു കോട്ട എന്നൊക്കെ പറയാം. അങ്ങനത്തെ കോട്ടന്റെ അടുക്കുള്ള ഒരു ഷെയ്ഖാണ്. അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാനുള്ളത്. അത് സഖത്ത് ഹാജിബാഹുഅലൈഹി എങ്ങനത്തെ മനുഷ്യന്നറിയാമോ? വയസ്സൻ അദ്ദേഹത്തിന്റെ 2 പുരികങ്ങൾ വാർദ്ധക്യത്തിന്റെ കാരണത്താൽ 2 കണ്ണുകളുടെ മുകളിൽ ഇതാ വീണിരിക്കുകയാണ്. ഹിബറൻ വാർദ്ധക്യം ചെന്നതുകൊണ്ടാണ് അതൊക്കെ തടഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ശൈഖ്, വളരെ വയസ്സായ ഒരാളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അസല്ലംതു അലൈഹി ഞാൻ അദ്ദേഹത്തിനോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ ശൈഖ് എന്ന് സലാം പറഞ്ഞപ്പോൾ വറദ്ദാലൈഹിസ്സലാം അദ്ദേഹം എന്റെ മേൽ സലാം അടക്കി. വഅലൈക്കസ്സലാം എന്നിട്ട് സുമ്മജാല യഖൂലത് പറഞ്ഞു കഴിഞ്ഞിട്ട് മഹാൻ പറയുകയായി, യാ മൻ ദഅഹുൽ മുദ്നിബൂന ഫവജദൂ ഖരീബൻ വയാ മൻ ഖസദഹു സാഹിദൂന ഫവജദൂ ഹബീബൻ വയാ മൻ ഇസ്തഗ്നസ ബിഹിൽ മുജ്തഹിദൂന ഫവജദൂ മുജീബാ. ഇതാണ് ആ ശൈഖ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാമോ? യാമൻ ഒരുത്തനെ, എങ്ങനത്തെ ഒരുത്തൻ ദഅഹുവ ഒരുത്തനെ വിളിച്ചിരിക്കുന്നു, പ്രാർത്ഥിച്ചിരിക്കുന്നു. ആര്? അൽ മുദ്നിബൂന പാവം ചെയ്ത ആളുകൾ. ആ ഒരുത്തനോടതാ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവനെ ഫവജദൂഹു ഖരീബാ അങ്ങനെ ആയപ്പോൾ അല്ലാഹുവിനക്ക് അടുത്തെത്തിക്കാൻ കഴിഞ്ഞു. വയാമൻ ഖസദഹു സാഹിദൂന പ്രപഞ്ചത്യാഗികളായ ആളുകൾ കരുതിയതായിരിക്കുന്ന ഒരുത്തനെ അപ്പോൾ അദ്ദേഹത്തെ ആ അള്ളാഹുവിനവർക്ക് ഹബീബായിട്ട് കിട്ടി. വയാ മനിസ്തഗ്നസബിഹി അൽ മുജ്തഹിദൂന കഠിനാധ്വാനങ്ങൾ ചെയ്തുകൊണ്ട് അള്ളയുമായി നേരം പോക്കിൽ മാത്രം കഴിയുന്ന അല്ലാഹു മുജീബ അങ്ങനെ വന്നപ്പോൾ അവർക്ക് അല്ലാഹു തആല ഉത്തരം നൽകുന്നവനായിട്ട് കിട്ടി. ഇങ്ങനെയുള്ള വാക്കാണ് ആ ശൈഖ് പറയുന്നത്. പിന്നെ ആ ശൈഖ് പാടിയെന്ത്? വലഹു ഖസായിസു മുസ്തഫൂന ലിഹുബ്ബിഹി ഇഖ്താറഹും ഫീ സാലിഹിൽ അസ്മാനി اختارهم من قبل فترة خلقه وهم وضائح حكمة وبيان وله خصائص مصطفى لحبه അല്ലാഹു തആലയെ ഇഷ്ടം വെക്കുവാൻ വേണ്ടി അണികളാക്കപ്പെട്ടതായ പ്രത്യേകം ആളുകൾ അല്ലാഹുണ്ട്. ഇഖ്താറഹും ഫീ സാലിഹിൽ അസ്മാൻ കഴിഞ്ഞുപോയ കാലങ്ങളിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന പ്രത്യേകമായിരിക്കുന്ന ആളുകൾ അല്ലാഹു തെരഞ്ഞെടുത്തു. അള്ളാഹു തആല പിറക്കേണ്ട സൃഷ്ടികളുണ്ടല്ലോ,
ആ സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരല്ലാഹു തആല തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഹിക്മത്തിന്റെയും തന്ത്രത്തിന്റെയും വിജ്ഞാനത്തിന്റെയും തത്വജ്ഞാനത്തിന്റെയും വിശദീകരണത്തിന്റെയും സൂക്ഷിപ്പുകാരാണ് ഇവർ. അങ്ങനെയുള്ളവരാണിവർ. അപ്പൊ ഈ രണ്ട് മഹാന്മാരെ കേട്ടു. ഒന്ന് ചെറുപ്പക്കാരൻ, ഒന്ന് വയസ്സൻ. ചെറുപ്പക്കാരെന്ന് കേട്ട വാക്ക് കേട്ടു, പിന്നെ കാണാൻ കഴിഞ്ഞില്ല. അയാൾ പോയി. ഈ വാക്ക് മഹാൻ കേട്ടു. അള്ളാനെ ചിന്തിക്കുന്ന വചനങ്ങൾ. രണ്ടാമത്തെ ഷെയ്ഖാണ്. അയാൾ പച്ച വയസ്സനായ ഒരാളാണ്. അയാൾ ഇന്നും കേൾക്കാൻ കഴിഞ്ഞത് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാനെ കരുതുന്ന ആളുകൾ മുദിനിബൂന ഓൽക്ക് കിട്ടി, റാഹിദീങ്ങൾ ഓൽക്കും കിട്ടി അബീബായിട്ട്, ഫിലിസ്തീനാസ്മുജിത്തഹിദീങ്ങളോട് ഓൽക്ക് മുജീബായിട്ടും കിട്ടി. ഇതാണല്ല. ഈ അള്ളാഹുവിൽ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക ആളുകളുണ്ടെന്നും അവർ മുമ്പ് തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നും അതൊക്കെ അള്ളാഹു തആല തീരുമാനങ്ങളാണെന്നും അറിയാൻ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞു. ഇനി നമുക്ക് നാലാമത്തെ ഹിക്കായത്ത് എന്താ ഇൻഷാ അല്ലാഹ് അടുത്തത്.